नित्यं हिदाहार विहारसेवी समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग ശാസ്ത്രത്തിൽ രോഗങ്ങളെ ശാരീരികം എന്നും മാനസികം എന്നും രണ്ടായി പറയുന്നുണ്ടെങ്കിലും ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ മനസ്സിനെയും മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ ശരീരത്തെയും പരസ്പരം ബാധിക്കുന്നതാണ്. മനഃശരീരയോസ്താപം പരസ്പരം അഭിവ്രജേത് ആധാരാധേയഭാവേന തപ്താജ്യഘടയോരിവ എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. ഒരു കുടത്തിലൊഴിച്ച ചൂടുള്ള നെയ്യ് കുടത്തിനെ ചൂടാക്കുന്നത് പോലെ തന്നെ ചൂടുള്ള കുടത്തിലൊഴിക്കുന്ന നെയ്യ് ചൂടാവുകയും ചെയ്യുന്നു. അതാണ് ഇതിന് അടിസ്ഥാനമായി പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും അവയുടെ പ്രവർത്തനം സഫലമാവണമെങ്കിൽ മനസ്സിൻ്റെ സാന്നിധ്യം കൂടിയേ തീരൂ. ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ പ്രധാനം മനസ്സിൻ്റെ ആരോഗ്യത്തിന് തന്നെയാണ്. ശാരീരിക രോഗങ്ങൾ മനസ്സിൻ്റെ ശക്തി കൊണ്ട് കുറേയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. സദാചാരവും സജ്ജന സാമീപ്യവുമാണ് മനസ്സിന് എന്നും സമാധാനം നൽകുന്നത്. ഇതിന് വിപരീതമായവ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. അത് പിന്നീട് മാനസിക രോഗമായി മാറുന്നു. മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട മനസ്സിനെ നഷ്ടസാരഥീവദ്രഥ എന്ന് വിവരിച്ച് കാണുന്നുണ്ട്. നിയന്ത്രിക്കാൻ ആളില്ലാതെ വരുന്ന ഈ സമൂഹത്തിന് വന്നു ചേരുന്ന മാനസിക രോഗങ്ങൾ വളരെയധികമാണ്. പിന്നെ ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം കൊടുക്കാൻ പറയണത് മുലപ്പാൽ കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറയണത് വയമ്പ്, ബ്രഹ്മി തുടങ്ങിയ ബുദ്ധിവികാസത്തിനുള്ള ഔഷധങ്ങളാണ്. കുട്ടികളുടെ വളർച്ചയുടെ കാര്യം പറയുമ്പോഴും 5 വയസ്സ് വരെ കുട്ടികൾക്ക് ലാളനയാണ് പ്രാധാന്യമായിട്ട് കൊടുക്കേണ്ടത്. 5 വയസ്സ് മുതൽ 15-16 വയസ്സാവുന്ന കുട്ടികളെ അവർക്ക് നല്ലതും ചീത്തയും വേറെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് നല്ല ശിക്ഷണങ്ങൾ തെറ്റിൽ കണ്ടാൽ അത് പറഞ്ഞ് ഇന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കളും അവരെ കൂടുതൽ സമയം കൊണ്ടു നടക്കണം അധ്യാപകരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉറക്കക്കുറവാണ് പ്രധാനമായിട്ട് മാനസിക രോഗികളിൽ നമ്മൾ കാണുന്നത്. അതിന് നല്ല വൈദ്യനിർദ്ദേശപ്രകാരമുള്ള എണ്ണകൾ തേക്കുക, പിന്നെ പ്രാർത്ഥനയ്ക്ക് മനസ്സിന് ധൈര്യം കൊടുക്കുന്നതിന് ഇതിനൊക്കെയാണ് പ്രാധാന്യം. ഔഷധസേവ, പുരാണപാരായണം, ഈശ്വര പ്രാർത്ഥന ഇവയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള സമയമാണ് കർക്കിടക മാസം. പഴയ ആചാരങ്ങളൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം ആത്മഹത്യ. എത്ര കുട്ടികളാണ് പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിൽ കൗൺസിലിംഗ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഔഷധ സേവയേക്കാൾ പ്രാധാന്യം കൗൺസിലിങ്ങിനുണ്ട്. മനസ്സിന് ധൈര്യം കൊടുക്കുക, ഇന്നത്തെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കുക. ഒരു ദിവസം വിളിച്ചായ താൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം, അത് എന്തിനാണ് അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന നേരത്ത് ഉറങ്ങണേൻ്റെ മുമ്പേ ആയിട്ടും താൻ ഇന്ന് എന്തൊക്കെ ചെയ്തു, അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി നന്മകൾ, അത് എനിക്ക് മാത്രം ഗുണത്തിന് വേണ്ടിയാണോ,
അത് കുറച്ചെങ്കിലും സമൂഹത്തിനും കൂടി ഗുണത്തിന് വേണ്ടിയല്ലേ, അങ്ങനെ ചെയ്യണ്ടേ എന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇന്നത്തെ സമൂഹ നന്മയ്ക്ക് നല്ലതാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. പോഷകസമൃദ്ധവും ഔഷധ ഗുണവും അടങ്ങിയ ഒരു സസ്യമാണ് കറിവേപ്പ്. നമ്മൾ നിത്യേന കറികളിൽ ഉപയോഗിക്കുന്ന കറിവേപ്പിന് ഔഷധ ഗുണങ്ങൾ വളരെയധികമുണ്ട്. ആഹാര വിഭവങ്ങളുടെ ഗുണവും മണവും വർദ്ധിപ്പിക്കുന്നതിനും വിഷാംശത്തെ ഇല്ലാതാക്കി ഒരു നല്ല ഭാഗമായി മാറ്റുന്നതിനും കറിവേപ്പിന് കഴിവുണ്ട്. റൂട്ടേസിയ കുടുംബത്തിൽപ്പെട്ട ഈ കറിവേപ്പിലയുടെ ശാസ്ത്രനാമം മുറയ കോയിനിജി എന്നാണ്. ഇതിനെ സംസ്കൃതത്തിൽ കാളശാഖ എന്നും കൈഡേരിയം എന്നും കൈഡേരിയനിംബ എന്നെല്ലാം അറിയപ്പെടുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം കാണപ്പെടുന്ന കറിവേപ്പില ഒരു ചെറു വൃക്ഷമായി ധാരാളമായി വളർത്തപ്പെടുന്നു. ഇലകൾ 6 മുതൽ 10 വരെ ജോഡി പത്രങ്ങൾ ചേർന്നതാണ്. ഇലയ്ക്ക് വളരെയധികം സുഗന്ധമുണ്ട്. ശാഖാഗ്രങ്ങളിൽ വെളുത്ത നിറത്തിലുള്ള കുലകുലയായിട്ടുള്ള പൂക്കളായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടുവരുന്നത്. ഫലങ്ങളാണെങ്കിൽ വളരെ ചെറുതും പച്ച നിറത്തിലുമുള്ളതുമാണ്. പഴുക്കുമ്പോൾ ഇതിന് ചുമന്ന നിറവും പിന്നീട് കറുത്ത നിറവും ആയിത്തീരുന്നു. കരിവേപ്പില ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതിനും രുചി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നമ്മൾ നിത്യേന ഉപയോഗിച്ചു വരുന്നു. കറിവേപ്പില അരച്ചെടുത്ത് തൈരിൽ കലക്കി ദിവസേന 2 നേരം ഭക്ഷിച്ചാൽ രോഗത്തിന് ശമനമുണ്ടാകുന്നു. കുട്ടികളിൽ കാണുന്ന വയറുകടി, വ്രണങ്ങൾ മുതലായവ മാറ്റുന്നതിനും ഉപയോഗിച്ചു വരുന്നു. കരിവേപ്പില അരിച്ചുരുട്ടി നെല്ലിക്ക വലിപ്പത്തിൽ കഴിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന ദുർമേധസ് അകറ്റാൻ വളരെയധികം സഹായകമാണ്. ഇതുപോലെ തന്നെ കരിവേപ്പില എണ്ണ കാച്ചി തലയിൽ തേച്ചാൽ അകാലനര, മുടി വളരുന്നതിനും മുടിക്ക് കറുപ്പ് അഴക് നൽകുന്നതിനും വളരെ ഉത്തമമായ ഒന്നാണ്. കരിവേപ്പില പാലിൽ വേവിച്ച് അരച്ചു പുരട്ടിയാൽ വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന നീര്, വേദന മുതലായവ ശമിപ്പിക്കാൻ വളരെ നല്ലതാണ്. കരിവേപ്പില ചതച്ചിട്ട വെള്ളം കുടിച്ചാലും വിഷം ശമിക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണ്. കരിവേപ്പില ഉപയോഗിച്ച് കാളശാഖാദി കഷായം, ജാത്യാദി തൈലം, ജാത്യാദി ഘൃതം തുടങ്ങിയ ആയുർവേദ യോഗങ്ങളിൽ കരിവേപ്പില ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. കരിവേപ്പില ജീവകം എയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് 2 തണ്ട് കരിവേപ്പില പുളിക്കാത്ത മോരിൽ അരച്ച് കഴിച്ചാൽ ഇതുമൂലമുണ്ടാകുന്ന അഭാവത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കുന്നു. കറിവേപ്പിലയ്ക്ക് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ബാക്ടീരിയൽ, ഹൈപ്പോഗ്ലൈസിമിക് അതായത് ഷുഗർ കുറയ്ക്കുന്ന ഉപയോഗിക്കുക, ആൻറ്റി ഓക്സിഡേറ്റീവ് എന്നീ പ്രോപ്പർട്ടികൾ ഗവേഷണ പരീക്ഷണം മുഖേന തെളിയിച്ചിട്ടുണ്ട്. കറിവേപ്പിലയുടെ പ്രജനനം മിക്കവാറും വിത്ത് വഴിയാണെങ്കിലും വേരിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന തൈകളാണ് ധാരാളമായി ഉപയോഗിച്ചു വരുന്നത്. ഈ തൈകൾ പ്രത്യേകം എടുത്ത കുഴികളിൽ മണ്ണ്, കമ്പോസ്റ്റ്, ചാണകപ്പൊടി എന്നീ മിശ്രണം നിറച്ച് ഈ തൈകൾ എടുത്ത് മാറ്റി നട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മളുടെ വീട്ടുമുറ്റത്തും ഒരു ഔഷധം എന്ന നിലയിലും നിത്യോപയോഗത്തിന് എന്ന നിലയിലും കറിവേപ്പിനെ വളർത്തുക, സംരക്ഷിക്കുക, ഉപയോഗിക്കുക.